So Aristotle, his discussions are on tragedy. Main discussions are mainly we will talk about his points on tragedy. ഇപ്പം അതുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാജഡി എന്ന് പറയുന്ന ടൈറ്റിൽ വാട്ട് ഓൾ തിങ്സ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് അരിസ്റ്റോട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ഫേമസ് ഒരു ഡെഫിനിഷൻ തന്നെയായിട്ടാണ് നമ്മളതെപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. Tragedy, according to Aristotle, is an imitation of an action that is serious, complete, and of a certain magnitude, in language embellished with each kind of artistic ornament, the several kind being found in separate parts of the play, in the form of action, not of narrative, through pity and fear, affecting the proper purgation of emotions. ഇങ്ങനെയാണ് അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിയുടെ ഡെഫിനിഷൻ വരുന്നത്. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മീൻ എ പ്രോപ്പർ സ്റ്റഡി. ഇതിൽ ഓരോ പാർട്ടും അല്ലെങ്കിൽ ഓരോ വേർഡും തന്നെ എന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുക. ആ രീതിയിലാണ് ആ ഡെഫിനിഷനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഭാഗം ഇപ്പോൾ നമുക്ക് അറിയുന്ന വേർഡ്സ് എല്ലാം ആയിരിക്കും, പക്ഷേ അത് ഓരോന്നും കൊണ്ട് അരിസ്റ്റോട്ടൽ വാട്ട് ഹീ മീൻസ് ബൈ ഈച്ച് ആൻഡ് എവറി ടേം അത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള, പക്ഷേ ഒരു ചെറിയ പാരഗ്രാഫിൽ ഒരു പാസേജിൽ നമ്മൾ കാണുന്ന ഒരു ഡെഫിനിഷനാണ്. പക്ഷെ അത്രയും മൈന്യൂട്ട് ഒബ്സർവേഷനാണെന്നുള്ളത് വെൻ വി ടേക്ക് ഈച്ച് ആൻഡ് എവറി വേർഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഗോ ഫോർ ആൻ explanation on that we will understand. A serious action in this context means a tale of suffering that arouses pity and fear. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഇറ്റ്സ് എൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. ഒരു ഇമിറ്റേഷനാണ്, പക്ഷേ ആ ആക്ഷൻ എങ്ങനെയുള്ളത് ഇപ്പോൾ എപ്പോഴായാലും നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കഥകൾ പോർട്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലൈഫാണ് പോർട്രേ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരാൾ ഓൾറെഡി ജീവിച്ച് തീർത്താൽ നമ്മൾ ആ ഇമാജിനേഷനിൽ ഒരാൾ ജീവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിക്കാൻ സാധ്യതയുള്ള ജീവിതമാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് അങ്ങനെ ഇമിറ്റേഷനൊക്കെയാണ്, പക്ഷേ എന്താണ്, ദാറ്റ് ആക്ഷൻ ഷുഡ് ബി സീരിയസ്. ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് മീൻസ് എ സീരിയസ് ആക്ഷൻ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് മീൻസ് എ ടെയിൽ ഓഫ് സഫറിങ് ദാറ്റ് അറൗസസ് പിറ്റി ആൻഡ് ഫിയർ. അതാണ് ഏറ്റവും മെയിൻ പോയിൻ്റ്. അതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ഇമിറ്റേഷനിലൂടെ ഒരു ഓഡിയൻസിന് തോന്നേണ്ടത് പിറ്റി ആൻഡ് ഫിയർ ആണ്. അതെന്താണ് റീസൺ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നത്, ഇപ്പോൾ ആക്ഷൻ ഇൻക്ലൂഡ്സ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് including deeds, thoughts and feelings. അപ്പോൾ sometimes we may not see much of an action on the stage. പക്ഷേ അവിടെ എന്തുണ്ടാവും, ചിലപ്പോൾ ഒരു ആൾ ചിന്തിക്കുന്ന അതിന് പ്ലോട്ടിൽ നല്ല കണക്ഷൻ ഉണ്ടാകും. അതായത് അയാളുടെ നമ്മൾ ഇനി വരുന്ന ഇവൻസുമായിട്ട് അല്ലെങ്കിൽ സ്റ്റേജിൽ വരാൻ പോകുന്ന ഇവൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തോട്ട്സും ഫീലിങ്സും ഡീഡ്സും ഒക്കെയും ഈ ആക്ഷനിൽ വരുന്നതാണ്. The play must be complete or self-contained with a proper beginning, middle and end എന്നാണ്. അപ്പോൾ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ ദറ്റ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സർട്ടൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഈ പറയുന്ന പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തുടങ്ങി എവിടെയെങ്കിലും കൊണ്ടുപോയി അവസാനിപ്പിക്കലല്ല. നമുക്ക് കാണുന്ന ഒരു ഓഡിയൻസിന് കൃത്യമായിട്ടുള്ള ഒരു വ്യൂ, ദിസ് ആൻഡ് ദിസ് ആർ ദി ഇവൻറ്റ്സ്, ഇങ്ങനെയൊക്കെയാണ് അത് കണക്റ്റഡ് ആവുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ. നമ്മൾ ഇന്ന് പറയുന്ന പോസ്റ്റ് മോഡേൺ അബ്സേർഡ് പ്ലേസ് ഒന്നും ഒരിക്കലും അരിസ്റ്റോട്ടിൽ നിന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയൊന്നുമില്ല. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആഫ്റ്റർ ദി എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദി വേൾഡ് അതിനുശേഷം വരുന്ന അതും ഇന്നത്തെ അത് ഏറ്റവും നമുക്കിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്നത് നമുക്ക് ലോജിക്കലി പോലും തിങ്ക് ചെയ്തെടുക്കാൻ പറ്റൂല. ബട്ട് ഹിയർ ഇറ്റ് ഈസ് അബൌട്ട് അരിസ്റ്റോട്ടിൽസ് ടൈം ആൻഡ് ഹിസ് ഓൺ കോൺസെപ്റ്റ്സ്. ഇൻ ലാംഗ്വേജ് എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർണമെൻ്റ്. അപ്പോൾ എംബലിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെൻ്റലാണ്. അപ്പോൾ ഓർണമെൻ്റൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓർണമെൻ്റൽ ലാംഗ്വേജ് എംബലിഷ്ഡ് ആയ, അപ്പം ലാംഗ്വേജ് എംബലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരിക്കലും ഇറ്റ്സ് നോട്ട് വെരി ഈസി ടേംസ് വേഗം ഓഡിയൻസ് വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ എന്നുള്ളതല്ല കൺസേൺ. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് എ വെരി ഓർണമെൻ്റൽ ലാംഗ്വേജ്. നല്ല രീതിയിലുള്ളൊരു ഓർണമെൻ്റൽ ലാംഗ്വേജിലൂടെ വളരെ ഫ്ലറിഷ്ഡ് ഫ്ലാംബോയൻസ് ലാംഗ്വേജ് തന്നെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. The several kind of being found in separate parts of the play in the form of action, not of narrative. എപ്പോഴും ആക്ഷൻ തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ബിക്കോസ് ഇറ്റ് ഇസ് ഫോർ സ്റ്റേജിങ്. നമ്മൾ ഇന്ന് ഇപ്പോൾ നമുക്കറിയാം ഒരു ക്യാരക്ടർ നിന്നെടുക്കുന്ന അനങ്ങാതെ മുഴുവൻ സമയവും ചിലവഴിക്കുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്നുള്ള പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ട്രാജഡി, ഇറ്റ്സ് കംസ് അണ്ടർ ഡ്രാമ.
അവർ ഡ്രാമയാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന് എന്താണ് അതിലെന്താ ആക്ഷൻസ് പറയാനുള്ളത്? നത്തിങ് ഈസ് ദർ ആക്ച്വലി. ആ രണ്ടുപേരും അവിടെ വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ വരുന്ന വളരെ കാഷ്വൽ ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള കുറേ സംഭാഷണങ്ങളും കാര്യങ്ങളും മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇൻ ദാറ്റ് റിഗാർഡ് ഇവിടെ എന്താണ് മെയിൻ ഫോക്കസ് ഈസ് ഓൺ ആക്ഷൻ. എപ്പോഴും ആക്ഷനിലൂടെ ആയിരിക്കണം മെയിൻലി ഇതിൻ്റെ നറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നോട്ട് ഓഫ് നറേറ്റർ ത്രൂ പിറ്റി ആൻഡ് ഫിയർ. അപ്പോൾ ഇനിയാണ് ആ പിറ്റി ആൻഡ് ഫിയറിൽ അരിസ്റ്റോട്ടിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ്, എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആ ഒരു പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ, എൻഡ് എന്നുള്ളത് പറഞ്ഞല്ലോ അവിടെ. സോ ദാറ്റ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് nothing has to be told to the reader about the play in order to understand it. അത് തന്നെയാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ടെങ്കിൽ ഒരു പ്ലേയെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആൾക്ക് മനസ്സിലാവാതെ, അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഇപ്പം തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് എന്താ കാര്യം കൃത്യമായിട്ട്, അല്ലെങ്കിൽ വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി എന്നൊരു വിത്തൗട്ട് ഹാവിങ് ദറ്റ് ഇൻട്രൊഡക്ഷൻ വി നോട്ട് ബി ഏബിൾ ടു ഫോളോ. അപ്പോൾ അതുകൊണ്ടാണ് എവിടെയായാലും നമുക്കിപ്പം ഒരു ബിഗിനിങ് ഇതാണ്, മിഡിൽ ഇതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇത് പോകുന്നത്, ഇന്ന കാര്യമാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ അതേപോലെ ഇവിടെ എന്താണ് ഒരു ഓഡിയൻസിന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റ്സിലേക്ക്, വാച്ചിങ് അവേഴ്സിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇതെന്താണ് ഇത് നടക്കുന്നതെന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ ആയിപ്പോകരുതെന്നാണ്. അതാണ് ഏറ്റവും, അതായത് പ്രോപ്പർ ബിഗിനിങ് ആണോ എന്ന് മനസ്സിലാകുന്നത്. എവ്രി വൺ ഈസ് കേപ്പബിൾ, ഏബിൾ ടു കണക്ട് ദ ഇവൻറ്റ്സ്. അതൊന്നൊന്ന് കഴിയുമ്പോൾ ആ രീതിയിൽ ലീനിയർ അങ്ങനെ പോവുകയാണ്, ലീനിയറായിട്ട്. സോ ഫ്രം സച്ച് എ ബിഗിനിങ് ദ പ്ലേ മൂവ്സ് ഓൺ ടു ദ മിഡിൽ, കൾമിനേറ്റ്സ് ഇൻ ദി എൻഡ്. ആ രീതിയിൽ തന്നെ ആയിരിക്കണം ദ നാച്ചുറൽ ഔട്ട്കം ഓഫ് ഓൾ ദീസ് 3 ആസ്പെക്ട്സ്. അപ്പോൾ ഇതിങ്ങനെ പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ, എൻഡ് പോവുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ഔട്ട്കം തന്നെ നമ്മൾക്കതിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. The organic unity of the pity is ensured by such a progression. The organic unity of the pity, play. ആ ഒരു പിറ്റി ആൻഡ് ഫിയർ പറഞ്ഞിട്ടില്ല, അതിന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഓർഗാനിക് യൂണിറ്റി ഓഫ് ദി പ്ലേ ആണ്. അത് ആ ഓർഗാനിക് യൂണിറ്റി തന്നെ ഈ പ്രോഗ്രഷനിലൂടെയാണ് വരുന്നത് എന്നാണ്. അപ്പോൾ ദ നാച്ചുറൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് കനോട്ട് ബി ഡിസ്റ്റർബ്ഡ് ഇൻ ദിസ് ആർട്ട് ഫോം ആൻഡ് ഹെൻസ് ഇറ്റ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഓർഗാനിക് യൂണിറ്റി ആസ് എ കംപ്ലീറ്റ് ഹോൾ. അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഐഡിയ ഒന്നും ഇവിടെ ഒരു കാലത്തും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താണ് ബിഗിനിങ്, മിഡിൽ, എൻഡ്. അപ്പം ഒരാളുടെ 10 വയസ്സുള്ള കാര്യം കഴിഞ്ഞാൽ 20 വയസ്സുള്ള കാര്യം കാണിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ 50 വയസ്സുള്ള കാര്യം കാണിക്കാൻ പറ്റൂ. ഈ രീതിയിലുള്ള പ്രോഗ്രഷനായിരിക്കും. അല്ലാതെ 50th ഇയറിൽ ഫ്ലാഷ് ബാക്കിൽ ഓർമ്മിക്കുന്ന രീതിയിലൊന്നും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല ആക്ച്വലി അരിസ്റ്റോട്ടിൽ. പ്ലോസിബിൾ അല്ല എന്നല്ല, അരിസ്റ്റോട്ടിൽ ഡസൻ പ്രിഫർ ദാറ്റ്. അരിസ്റ്റോട്ടിലിൻ്റെ വ്യൂവിൽ വാട്ട് എ ഗുഡ് ട്രാജഡീസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഓർമ്മിക്കണം. അല്ലാതെ ഇതൊരു തിയറിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമാണ്, അപ്പം അന്ന് കാലത്ത് ഇങ്ങനെ മാത്രമേ പ്ലേസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതല്ലാത്തതിനെ ഇവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് മാത്രമാണ് പോയിന്റ്. അപ്പോൾ ഇവരൊക്കെയാണ് അന്നത്തെ മെയിൻ ക്രിട്ടിക്സ് എന്നുള്ളത് കൊണ്ട് അത് ആ രീതിയിലാവുമ്പോൾ അതിൻ്റെതായ ഇപ്പോൾ മറ്റുള്ളവർ അതിനെ ട്രാൻസ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള വേയിൽ എഴുതുമ്പോൾ അതിനെ ക്രിട്ടിസൈസ്ഡ് ആവും ഒബ്വിയസ്ലി എന്നുള്ളത് മാത്രമേ പറയണ്ടൂ. Such a plot should be of a reasonable length so that the mind can comprehend it full in one view or within the required time. അപ്പം അതാണ് വേറൊരു കാര്യം, റീസണബിൾ ലെങ്ത് ആയിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞു എപ്പിക്കുമായിട്ട്, എപ്പിക്കിൻ്റെ മറ്റു പല ഫീച്ചേഴ്സും ഉണ്ടെങ്കിലും മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഷോർട്ടർ സ്പേസിലാണിത് നടക്കുക. അതായത് നമുക്ക് സ്റ്റേ ചെയ്യണം. ഇപ്പോൾ ഇത്രയും 3, 4, 5 എപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിന്ദുസിന് ഇവർ രാമായണം വായിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേയ്സ് എടുത്തിട്ടാണിത്. അപ്പോൾ ഇപ്പോൾ ഹൂ റിസൈറ്റ് ദാറ്റ് ഡ്യൂറിങ് എ കൈൻഡ് ഓഫ് മന്ത് അവർ അത് ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പം അതിന് ഇറ്റ്സ് നോട്ട് ഓൾ ഓഫ് എ സഡൻ ഒരു പർട്ടിക്കുലർ ഡേയിൽ നിന്ന് മുഴുവൻ വായിച്ചു തീർക്കലല്ല. അപ്പം അതുപോലെയുള്ളൊരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. ദിസ് ഈസ് അബൌട്ട് എ സ്റ്റേജിങ് ഓൾസോ. ഓക്കെ, നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് യു ക്യാൻ റീഡ് ഇറ്റ് ഓൾസോ. പക്ഷേ അത് റീഡിങ്ങിനേക്കാളും ദ മെയിൻ പേർപ്പസ് ഈസ് ടു സ്റ്റേജ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഫോർമാറ്റ് അതിനുണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അതുകൊണ്ടാണ് ആ റിക്വയർഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റീസണബിൾ ലെങ്ത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ആഡ് ചെയ്യണം എന്ന് പറയുന്നത്. It should be of a right proportion in itself and in its parts. ഓരോ പാർട്ടിലും ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിലായിരിക്കണം ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ അരിസ്റ്റോട്ടലിൻ്റെ ഓൺ വേർഡ്സ് ഇങ്ങനെയാണ്: ഇറ്റ് ഷുഡ് ബി ഓഫ് എ ലെങ്ത് വിച്ച് ക്യാൻ ബി ഈസിലി എംബ്രേസ്ഡ് ബൈ ദി മെമ്മറി. ഒരു
നമ്മുടെ ഒരാളുടെ ഇപ്പോൾ ഈസിലി എംബ്രേസ്ഡ് ബൈ ദ മെമ്മറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ആൾ ഒരു 1 or 2 hours 3 hours മാക്സിമം, അല്ലെങ്കിൽ അതിൽ പറയുന്നത് സിംഗിൾ റവല്യൂഷൻ ഓഫ് സമയം മാക്സിമം ഒരു ഹാഫ് ഡേയിലാണെങ്കിൽ നമുക്ക് ആ ഇവൻസിനെയും ക്യാരക്ടേഴ്സിനെയും എല്ലാം കണക്ട് ചെയ്യാനെങ്കിലും പറ്റുന്നത്രയും ഒരു ഈസിലി എംബ്രേസ്ഡ് ബൈ ദ മെമ്മറി. അല്ലാതെ കണ്ടുകൊണ്ടിരിക്കും പകുതി എത്തുമ്പോൾ ഇതാരായിരുന്നു, ഇന്ന ആളതാരാണെന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും ഇവോക്ക് ചെയ്യാതെ വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു ക്യാരക്ടർ സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഹൗഎവർ ഇറ്റ് ഷുഡ് ബി given enough space to unfold its sequence of events naturally and fully also. അതുകൊണ്ട് അല്ലാതെ ഇതിപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ സംടൈംസ് വി ഓഫൺ സീ ദിസ് പർട്ടിക്കുലർ ട്രെൻഡ് ചിലപ്പോഴൊക്കെ ഉണ്ട്. ഈ മെഗാ സീരിയൽസിലാണ് ഈ ഒരു ട്രെൻഡ് എപ്പോഴും കാണുക. അതായത് നല്ല രീതിയിൽ എൻഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് ദേ ഡു നോട്ട് എൻഡ് ദർ. പിന്നെ വെറുപ്പിച്ച് ഓഡിയൻസ് ഇങ്ങനെ കുറേ കാലത്തോളം മുന്നോട്ട് പോയി all of a sudden they get something new, the reasons are there, and all of a sudden they end the serials or some series. അങ്ങനെ ചില പോർട്രേൽ എന്തുകൊണ്ടാണ് അവിടെ എൻഡ് ചെയ്യുന്നത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. ആൻഡ് അഗെയിൻ ദീസ് പീപ്പിൾ ഓൾസോ ഡു നോട്ട് ഹാവ് ദി ആൻസർ. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ളൊരു സഡൻ എന്തായാലും തീർക്കണം, സോ ലെറ്റ് മീ എൻഡ് ഇറ്റ് ഹിയർ, അങ്ങനെയും പാടില്ല. അപ്പം എല്ലാ രീതിയിലും ജസ്റ്റിസ് ചെയ്തുകൊണ്ട് തന്നെ പോർട്രേഡ് ആവണം എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ വാദം. The artistic ornaments used in a drama include rhythm, harmony and song. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഇതെന്തായിരിക്കണം, ഈ ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതുമൊക്കെ മെറ്റഫോറിക്കലി യൂസ് ചെയ്യുന്നതാണ്. അവിടെ അതെന്ന് പറഞ്ഞാൽ റിഥം, ഹാർമണി, സോങ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് വേഴ്സ് VERSE ആണ്. വേഴ്സ് ഡ്രാമ പറയുമ്പോൾ WRSE അല്ല, VERSE വേഴ്സ്, അത് പോയറ്റിക് ഫോമിൽ. അപ്പോൾ അവിടെ നമുക്ക് റിഥവും ഹാർമണിയും ഒക്കെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാമല്ലോ. These are employed as the occasion demands. For the sake of using യൂസ് ചെയ്യരുത്, ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം യൂസ് ചെയ്യണം. They are used to enrich the language of the play and to make it as effective in its purpose as possible. ആണ് ഏറ്റവും പോസിബിൾ ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ തന്നെ ഇതൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ ദ ഫോം ഓഫ് ദി ആക്ഷൻ ട്രാജഡി ഡിസ്റ്റിങ്വിഷസ് ഇറ്റ് ഫ്രം ദി എപ്പിക്. അത് ഓൾറെഡി പറഞ്ഞു. ആക്ഷനാണ് ഇതിലിരുന്ന് എപ്പിക്കിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇഫ് ഇൻ ദ എപ്പിക് ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ഇൻ വേഴ്സ് ബൈ ദി പോയറ്റ്, ഇൻ ട്രാജഡി ഇറ്റ് ഈസ് ഡൺ ബൈ ലിവിങ് ആൻഡ് മൂവിങ് ക്യാരക്ടേഴ്സ്. അപ്പോൾ എന്താണ്, ഡ്രാമ പോർട്രേഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി വി ഹാവ് ലിവിങ് ക്യാരക്ടേഴ്സ്. സോ ഇവിടെ വായിച്ചെടുക്കാൻ പറ്റുന്ന ആക്ഷൻസൊക്കെ നമുക്കിപ്പോൾ ഡ്രാമ വായിക്കുന്ന ഒരാൾക്ക് ഓക്കെ അതിന് ക്യാരക്ടറിൻ്റെ പേര് തന്നിട്ട് അവിടെ കോളൺ ഇട്ടിട്ട് ആ ഡയലോഗ്, അങ്ങനെയാണ്. ദാറ്റ്സ് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദിസ് പർട്ടിക്കുലർ ഡയലോഗ് ഈസ് ഓൺ ദ പാർട്ട് ഓഫ് ദിസ് ക്യാരക്ടർ. പിന്നെ അസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡ്രാമയ്ക്ക് കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ പിന്നീട് സ്റ്റേജിങ്ങും ടെക്നിക്സും ഒക്കെ വന്നതിന് ശേഷമാണ് അത് കൂടുതൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇറ്റ് ബിഗാൻ ടു ബി ഗിവൺ. അതിന് മുന്നേ തന്നെയും ഈ പറയുന്ന സ്റ്റേജിങ് ഒക്കെ പോസിബിളായിരുന്നു. സോ ദ ഡ്രാമറ്റിസ്റ്റ് റിമെയിൻസ് അൺസീൻ ഇൻ എ ട്രാജഡി. നമുക്കറിയാം ഡ്രാമാറ്റിസ്റ്റ് അൺലെസ് ആൻഡ് അൺടിൽ പിന്നെ ചിലപ്പോഴൊക്കെ അനൗൺസ്മെൻറ്റ് സീനിലൊക്കെ വരികയാണെങ്കിൽ പോലും മോസ്റ്റ് ഓഫൺ ദ പേഴ്സൺ റിമെയിൻസ് അൺസീൻ. It is literature intended to be acted as well as read, whereas the narrative verse is intended only to be read. അതാണ് നറേറ്റീവ് വേഴ്സ് എന്ന് പറയുന്നത്. നറേറ്റീവ് പോയിൻറ്റ്സ് ആർ ഇൻറ്റൻറ്റഡ് ഓൺലി ടു ബി റെഡ്. നമ്മളെവിടെയും അങ്ങനെ സ്റ്റേജ് വായിക്കുന്നത് ഇപ്പം നമുക്കൊരു പെർഫോമൻസ് മോഡൽ വായിക്കാമെങ്കിലും അതത് ക്യാരക്ടർ അതിനെ പോർട്രേ ചെയ്യുന്ന രീതിയിലൊന്നും നമ്മളൊരിക്കലും ഒരു വേഴ്സ് നറേറ്റീവ് വേഴ്സ് ഒന്നും നമ്മൾ പ്രസൻറ്റ് ചെയ്യില്ല. അപ്പോൾ അതേസമയം ഡ്രാമ ആകുമ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഒരുപാട് ഹൈ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത പാർട്ട് വരുന്ന ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ആണ്. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വാട്ട് ആർ ദി മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ഓഫ് എ ട്രാജഡി? ദാറ്റ്സ് വെർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ.